ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞതോടെ എൻ്റെ ഫ്രീഡം തിരിച്ചു വന്ന് ഇനിയിപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വീഡിയോ 12 ദിവസമാണ് ഇത്തവണ ഇതാരം ഇവന്മാരുടെ ഈ മറ്റേ സംഭവം ഇവിടെ ഉണ്ട്. അതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. അപ്പോൾ അത് കണ്ടുപിടിച്ച് അങ്ങ് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു. ഇവനങ്ങ് തട്ടിയേക്കാം. ഓക്കെ, ഡിസ്ട്രാക്ഷൻ എല്ലാം പോയി. ഞാൻ പറയാം, ഇനിയിപ്പോൾ 12 ദിവസം ലീവ് ഉണ്ട്. ആ 12 ദിവസം ലീവിലും ഞാൻ കറക്റ്റ് എല്ലാ ദിവസവും വീഡിയോ ഇടും. പറ്റുവാണെങ്കിൽ ഒരു ദിവസം 2 വീഡിയോ ആയിട്ട് ഇടാൻ നോക്കാം. പറ്റുവാണെങ്കിൽ മാത്രം ആരും വിശ്വസിക്കണ്ട. പിന്നെ ഈ ഒരു ആർമറൊക്കെ എനിക്ക് ഫുൾ എൻചാൻറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ചെയ്തിട്ടേ ഇല്ല, സമയം കിട്ടുന്നില്ല. ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല. പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് എമറാൾഡിന് അയൺ വേണം. അയൺ ഫാമിലുള്ള അയൺ ഗോളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്തോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാരിവിടെ എടുത്ത് മാറ്റുകയും ചെയ്യണം. ഈ അയൺ ഫാം ഒന്ന് പൊട്ടിച്ച് കളയുകയും ചെയ്യണം. എന്നിട്ടൊരു പുതിയ അയൺ ഫാം ഇവിടെ ഉണ്ടാക്കി വെക്കണം. അതിനകത്ത് നിന്ന് കുറേ അയൺ കിട്ടുന്ന നല്ലൊരു അയൺ ഫാം തന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാൻ പോവാണ് ഇന്ന്. അതാണ് ഇന്നത്തെ മെയിൻ ലക്ഷ്യം. പിന്നെ ഞാൻ ഓരോ ദിവസമായിട്ട് ഓരോ പ്രൊജക്റ്റ് തുടങ്ങാനും ഓരോ പ്രൊജക്റ്റ് തീർക്കാനൊക്കെ എനിക്ക് പ്ലാൻ ഉണ്ട്. പിന്നെ തൊട്ടുള്ള 12 ദിവസം ലീവിലും ഞാൻ വീഡിയോ കറക്റ്റായിട്ട് ഇടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടും. പക്ഷേ ചിലപ്പോൾ ഒരു 1-2 ഗ്യാപ്പ് വരും, എന്നാലും ഞാൻ വീഡിയോ ഇടും. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ആവശ്യമുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ട് കുറേ. അതിനു മുമ്പ് ഈ ഒരു അയൺ ഫാമിങ് ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റിയേക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അത് മൊത്തം പൊളിച്ചളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് പുതിയൊരെണ്ണം ഉണ്ടാക്കാനുള്ള ആദ്യം തന്നെ സ്ഥലം കണ്ടുപിടിക്കുക. ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കാനാണ് എനിക്കൊരു ഐഡിയ. കാരണം ഇവിടെ ആകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല, വേറെ വില്ലേജസിൻ്റെ ഫാമും ഇല്ല, നല്ല സ്ഥലവും കിട്ടും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇവിടെ നിന്ന് ഫ്ലാറ്റ് ആക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് മാത്രം കളക്ട് ചെയ്യണം. അത് ഇച്ചിരി സമയം എടുക്കും, കാരണം ഇതൊരു വലിയ ഫാം ആണ്. ബേസിക്കലി ഞാൻ എന്താ പറഞ്ഞുതരാം, നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം. ഞാനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അയൺ ഫാം ഇല്ലേ, അതിൻ്റെ ആ ഒരു സംഭവം തന്നെ 4 ഉണ്ടാക്കും. അത് 4 സൈഡിലായിട്ട്. അത് നേരെ ഒരു സ്ഥലത്തോട്ട് കിൽ ചേമ്പറിലായിട്ട് ഇട്ട് വരും. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇതേ മോഡൽ തന്നെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് സിമ്പിളുമാണ്, അത്രയ്ക്ക് സമയം എടുക്കില്ല. പക്ഷേ വില്ലേജേഴ്സിന് അധികം വേണം, സോംബീസും വേണം. എന്തായാലും കുഴപ്പമില്ല, എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ അത് ഉണ്ടാക്കും. കാരണം അതിന് ശേഷം പിന്നൊരു അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് വരരുത്, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ആ റിസോഴ്സസ് മൊത്തം ഞാൻ കളക്ട് ചെയ്യാനുണ്ട്. ഞാനപ്പോൾ ഒന്ന് വേഗം പോയി കളക്ട് ചെയ്തിട്ട് വരാം, എന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ മതി. പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് റീപ്ലേ മോഡ്. അപ്പോൾ ഞാൻ റീപ്ലേ മോഡായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. എന്തായാലും റീപ്ലേ മോഡ് എന്നെ ചതിച്ചതല്ല, പ്രശ്നം ഞാൻ തന്നെ എനിക്കിട്ടൊരു പണി തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത്ര ഫാസ്റ്റ് കാണുന്നത്. സംഭവം എന്താ വെച്ചാൽ, ഞാൻ അറിയാണ്ട് റെക്കോർഡ് ചെയ്ത് റീപ്ലേ മോഡ് എഡിറ്റ് ചെയ്ത ക്ലിപ്പ് കൊണ്ടുപോയി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. എന്ത് ചെയ്ത് അറിയാണ്ട് സ്റ്റോറേജൊക്കെ ക്ലിയർ ആക്കുന്ന എന്നോട് കളഞ്ഞു പോയി. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ടൈം ലാപ്സ് ആയിട്ട് കാണിച്ചു തരുന്നത്. കണ്ട, ഇവിടെ മൊത്തം ഞാൻ എന്താ ഇവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതുണ്ടാവുക. നമ്മുടെ മറ്റൊരു അയൺ ഫാമിൻ്റെ അതേ മോഡൽ തന്നെ, പക്ഷേ ചുറ്റും 4 ഉണ്ടാവും. ഇതിൽ നിന്ന് ഓരോ അയൺ ഗോളായിട്ട് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എന്താ വരാത്ത, നോക്കി നോക്കട്ടെ. എന്തോ ഇന്ന് ചിലപ്പോൾ ഒരാളായിട്ട് താഴെ ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ തട്ടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വരേണ്ടതാണ്. പോയി നോക്കട്ടെ, താഴെ പോയി നോക്കട്ടെ. ഇതെനിക്ക് ഉണ്ടാക്കാൻ കുറേ സമയം എടുത്ത്. പക്ഷേ ലീവായിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇത് നമ്മൾ ഓരോ സ്ഥലത്ത് അയങ്കോളം വരും. ഈ വെള്ളത്തിൽ കൂടെ വീണ് നമ്മുടെ ഈ കിൽ ചേമ്പറിലോട്ട് വീണ് ചാവും. മറ്റേ സ്പോണാവും തോന്നുന്നു. താഴെ ഞാൻ ഒരെണ്ണത്തിന് കണ്ടില്ല, ഇപ്പോൾ വരേണ്ടതാണ്. ഒരെണ്ണം ഇതാ വരുന്നത്. ഒരെണ്ണയിൽ കൂടെ ഇതാ ഒരെണ്ണം, അതിൽ കൂടെ ബാക്കിയുള്ള 2 കൂടെയും വരേണ്ടതാണ്. അതെനിക്കറിയില്ല, വരുന്നോളുമായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇപ്പം ഉണ്ടായി കഴിഞ്ഞാലേ ഉള്ളൂ, അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ വർക്കായിക്കോളും, എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടാക്കി ഏറ്റവും കൂടുതൽ പാടെന്തായിരുന്നു എന്ന് വെച്ചാൽ, അതാ അയൺകോളം. ഇവൻ ഇവിടെ നിന്നുകൊണ്ടാന്ന് തോന്നുന്നു കുറേ അവിടെ സ്പോണാൻ വേണ്ടിരുന്നത്. ഇവനങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി. ചവട, അയ്യോ വരുന്നുണ്ട്. ഇവിടെ വെക്കുക, ഓട്. അതിന് വാ. ഓക്കെ, കൊല്ലവനെ. ഞാൻ പറയാം. അപ്പോൾ ഇതുണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ പാടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ഈ ഒരു വില്ലേജേഴ്സിനെ കയറ്റുന്നതും പിന്നെ സോംബീസിന് കയറ്റുന്നതായിരുന്നു. ഏറ്റവും കൂടുതൽ പാട് വില്ലേജേഴ്സിന് കയറ്റുന്നതല്ലായിരുന്നു. കാരണം അവിടെ ബബിൾ ഉണ്ടായിരുന്നുകൊണ്ട് ബബിളിനെ വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ വില്ലേജേഴ്സിനെ കൊണ്ടുവന്ന് കയറ്റാൻ പറ്റുമായിരുന്നു. പക്ഷെ വില്ലേജേഴ്സ് അല്ലാത്ത സോംബീസ്, അവന്മാർ ഇച്ചിരി പാടായിരുന്നു. ഓക്കെ, ഇത്ര ആയതുകൊണ്ട് എനിക്ക് ഞാൻ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആയതാട്ടോ ഇത്ര ആയത്, അല്ലാണ്ട് ഞാൻ AFK നിന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ഒരു ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കണമെങ്കിൽ വൂളിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ മിക്കവാറും ഒരു വൂൾ ഫാം ആയിരിക്കും ഉണ്ടാക്കുക. അതിനുവേണ്ടി കുറച്ച് അധികം ഷീപ്പിനെ ഉണ്ടാക്കേണ്ടി വരും. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ AFK റൂം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിനെക്കാട്ടി നല്ല എനിക്കൊന്ന് കുഴിയെടുത്തേക്കാം, ഞാൻ പൊട്ടിച്ചളഞ്ഞ്. എന്തായാലും അടുത്ത എപ്പിസോഡിൽ ആ ഒരു വൂൾ ഫാം
അത് കഴിഞ്ഞിട്ട് ഒരു സ്മെൽട്ടർ ഉണ്ടാക്കാൻ പോവാണ്. അത് സൂപ്പർ സ്മെൽട്ടർ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഗ്ലാസ് ഉണ്ടാ, ഈ ഗ്ലാസ് നമുക്ക് സാൻഡ് ഫർണസ് വെച്ചാക്കുമ്പോഴത്തേക്ക് കുറേ സമയം എടുത്ത്. അതുകൊണ്ട് ഞാൻ എന്തായാലും സൂപ്പർ സ്മെൽട്ടർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രൊജക്ട് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ.